അതിൻ്റെ പിന്നിൽ ഒരു അഴിമതിക്ക് വേണ്ടിയുള്ള ആസൂത്രണവുമുണ്ട് എന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം പറയുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെങ്ങന്നൂർ ആ പ്രദേശത്തെല്ലാം അത്രയധികം ചേറ് വന്ന് അടിഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് കെട്ടി നിർത്തിയ ചിറ പൊട്ടുമ്പം ബണ്ട് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രതീതിയിലുണ്ടായ ഒരു പ്രളയമാണെന്നുള്ള കാര്യം അതിനി ആരും പുതുതായി പറയേണ്ട കാര്യമില്ല. പറഞ്ഞ് ഇത് IMD അറിയിച്ചതാണ്. പക്ഷെ നമ്മളുടെ കയ്യിൽ അങ്ങനെ അറിയിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ ഇല്ല. അതുകൊണ്ട് ഈ റിസർവോയർ ഒരു ആക്ഷൻ പ്ലാനും എടുക്കാൻ കഴിഞ്ഞില്ല. 1983 മുതൽ ഈ ഡാമുകൾക്ക് മുഴുവൻ റൂൾ കർവുണ്ട്. അത് പാലിക്കപ്പെട്ടിട്ടില്ല. നമസ്കാരം. 2018 കേരളത്തിൽ ഉണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇക്കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ചത്. എന്തായാലും ഇത്തരത്തിൽ പ്രളയം മനുഷ്യന് നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ജലത്തെക്കുറിച്ചും ജലത്തിൻ്റെ മാനേജ്മെൻറ്റിനെക്കുറിച്ചും കൃത്യമായി അറിയാവുന്ന വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഇതിന് എങ്ങനെയാണ് കൂട്ട് നിന്നത്? സത്യത്തിൽ കേരളത്തിലുള്ള ജനങ്ങളെ ഭരണാധികാരികളും സർക്കാരും ദുരിതത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് C. മാത്യു. സത്യത്തിൽ 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. ആ ആക്ഷേപത്തിൽ പുതുമയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അത് അതിതീവ്ര മഴയുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അതിതീവ്ര മഴയുടെ മുകളിലേക്ക് ഡാമുകൾ തുറന്നു വിട്ടു എന്നുള്ള കാര്യവും നിഷേധിക്കുന്നില്ല. അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റാണ്, അത് ഞാൻ പറയാം. പക്ഷേ ഇപ്പോഴത്തെ ആക്ഷേപത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു കെടുകാര്യസ്ഥത മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒരു അഴിമതിക്ക് വേണ്ടിയുള്ള ആസൂത്രണവുമുണ്ട് എന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം പറയുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നടന്നു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇത് മനഃപൂർവമായ നരഹത്യയാണെന്നും അത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അന്നത്തെ മന്ത്രിമാർ ചെയ്തതാണ് എന്നുമാണ് ഇപ്പോഴത്തെ ഒരു മന്ത്രി ആരോപിക്കുന്നത്. ആ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ആണ് ഞാൻ പറഞ്ഞതായി ഓർക്കുന്നില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടത് തടി തപ്പിയാൽ ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ ഗൗരവതരമായ ആക്ഷേപമാണ്. അടുത്ത മന്ത്രിസഭ ആര് രൂപീകരിച്ചാലും ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി വരും. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിക്കേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് ആ പത്തനംതിട്ട, ആറന്മുള, തിരുവല്ല, ചെങ്ങന്നൂർ, ആ കുട്ടനാട്, ആ ഭാഗങ്ങളെല്ലാം മുക്കിയ ഒരു പ്രളയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയാണ് ഈ ജലം കടലിലേക്ക് ഒഴുകി പോകേണ്ടത്. അതിൻ്റെ വാവട്ടം കുറവാണെന്നും അത് അവിടെയുള്ള മണൽ നീക്കം ചെയ്തുകൊണ്ട് വെള്ളത്തിന് സുഗമമായി ഒഴുകി പോകാനുള്ള ക്രമീകരണം ചെയ്യണമെന്നും 1 മാസം മുമ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിരുന്നു എന്നും, എന്നാൽ ഈ മണലെടുക്കുന്ന കമ്പനിയുടെ താൽപ്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അത് മന്ത്രിയും മറ്റേ ഒരു എഞ്ചിനീയർ ജോഷിയും വേറെ ഒരു ജോർജ് തോമസിൻ്റെ സഹോദരി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാരാണെന്ന് പരിശോധിക്കണം. ഇവർ ആസൂത്രിതമായി അത് തടഞ്ഞു എന്നുമാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടേതായി വന്ന ശബ്ദരേഖയിൽ ഇപ്പോൾ പറയുന്നു. അപ്പോൾ അതിൻ്റെ വസ്തുത വളരെ കൃത്യമാണ്. പിന്നീട് വന്ന പല റിപ്പോർട്ടുകളിലും ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലെ പ്രശ്നത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന രാജീവ് ഗാന്ധി സെൻറ്ററിൻ്റെ ഒരു പഠന റിപ്പോർട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ വാവട്ടം മൂടിപ്പോയതും
അതുവഴി ക്ലിയർ ചെയ്തത് പുറത്തേക്ക് വെള്ളം ഒഴുകി പോകാതിരുന്നതും ഈ പ്രളയത്തിൻ്റെ ആക്കം കൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മണിയാർ ഡാമിനെ കുറിച്ചാണ്. മണിയാർ ഡാം എന്ന് പറയുന്നത് പമ്പ ആനത്തോട് ഡാമിൻ്റെ ആ പ്രദേശത്തുള്ള ഡാമാണ്. ആ ഡാം ഒരു ഇറിഗേഷൻ്റെ ഡാമാണ്. കാര്യം അതെടുത്ത് പറയുന്നത് കേരളത്തിലെ മിക്കവാറും ഡാമുകൾ KSEBയുടെ നിയന്ത്രണത്തിലാണ്. ഈ ഡാമിൻ്റെ നിയന്ത്രണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ മാത്യു ടി തോമസിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ തന്നെയാണ്. അപ്പോൾ ആ ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച് ഈ KSEB കരുതുന്നത് പോലെ KSEBയുടെ ഡാമുകളിലെല്ലാം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ ജലം സംഭരിച്ച് വെക്കും. എന്തുകൊണ്ട്? അത് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് തുറന്നു വിടില്ല. പക്ഷേ ഇറിഗേഷൻ്റെ ഡാമുകൾക്ക് അങ്ങനെ ഒരു വാണിജ്യ താല്പര്യം പോലും ആവശ്യമില്ല. കാരണം മഴക്കാലത്ത് അങ്ങനെ ഇറിഗേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഡാമിലെ വെള്ളം അങ്ങനെ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ കാർബറാണ്ടം എന്ന് പറയുന്ന കമ്പനിക്ക് KSEB നൽകിയിരിക്കുന്ന 30 വർഷത്തേക്കുള്ള ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് BOT അടിസ്ഥാനത്തിലാണ് അവർ നിർമ്മിച്ച്, അവർ ഓൺ ചെയ്ത്, അവർ ഓപ്പറേറ്റ് ചെയ്ത ശേഷം 30 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. 94 അവസാനം ആരംഭിച്ച പദ്ധതിയാണ്. അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഇറിഗേഷൻ്റെ ഡാമിൽ വെള്ളം നിറച്ച് വെക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തു കൊടുക്കും. അത് വേറൊരു കച്ചവടമാണ് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ജലം കൊടുക്കുകയും അവരത് ഉപയോഗിക്കുകയും ചെയ്യാൻ വേണ്ടി ഇത് അനാവശ്യമായി സംഭരിച്ചു വെച്ചു. പക്ഷേ അതിതീവ്ര മഴയുണ്ടായി, ഇത് തുറന്നു വിടേണ്ടി വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി. അത് മരം വീണെന്നൊക്കെ പറയുന്നു. ചിലർ പറയുന്നു അവിടുത്തെ പവറിൻ്റെ പ്രശ്നമായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇതിന് സ്ലൂയിസ് വാൽവ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് ഈ ഷട്ടറുകൾക്ക് ശേഷം അതിൻ്റെ ചെളി ഒഴുക്കിക്കളയാനോ മറ്റോ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഷട്ടറുകൾ തുറക്കാൻ പറ്റാതെ വന്നപ്പോൾ എന്ത് പറ്റി? ആ വാൽവ് തുറക്കേണ്ടി വന്നു. ആ വാൽവ് തുറക്കുമ്പോൾ സാധാരണ ഡാമിൽ നമ്മൾ കാണുന്ന പോലെ ആ ചെയർ അവിടെ സംഭരിച്ച ശേഷം ബാക്കി വെള്ളം അതിൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതെന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ചെയർ ഉൾപ്പെടെ അടിയിൽ നിന്നാണ് അപ്പോൾ അത് തട്ടി വരിക. അതുകൊണ്ടാണ് ആ ചെങ്ങന്നൂർ ആ പ്രദേശത്തെല്ലാം അത്രയധികം ചെയർ വന്ന് അടിഞ്ഞതെന്നാണ് ഈ ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ പറയുന്ന പോലെ വാട്ടർ മാനേജ്മെൻറ്റും ഇങ്ങനെ ഡാമുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും എല്ലാം അദ്ദേഹത്തിന് നല്ല അറിവുള്ള, ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഏറ്റവും അറിവുള്ള വ്യക്തി ശ്രീ കൃഷ്ണൻകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഈ പറമ്പിക്കുളം ആളിയാറിനെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വസ്തുതയാണോ എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അപ്പോൾ അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയുമാണ് ചെയ്തതെന്നുള്ളൊരു പുതിയ ആക്ഷേപമാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് പറമ്പിക്കുളം ആളിയാറുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കുന്നത്. അപ്പോൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിനെതിരായിട്ടുള്ളൊരു യുദ്ധത്തിലാണ് VS-ഉം കൃഷ്ണൻകുട്ടിയും ഒക്കെ നേരത്തെ പൊരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് മറികടന്ന് തമിഴ്നാടിന് 1400 ക്യൂബിക് മീറ്റർ വെള്ളം നമ്മൾ കൊടുക്കുന്ന ഒരു കരാറാണുള്ളത്. പക്ഷേ ഈ സമയത്ത് പ്രളയമാകുമ്പോൾ സാധാരണ നമ്മൾ അതിൽ കൂടുതൽ വെള്ളം അതുവഴി തുറന്നു വിടാറുണ്ട്. ഇത് 800 ക്യൂബിക് അടി വെള്ളം മാത്രമേ അങ്ങോട്ട് കൊടുത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മന്ത്രി പറഞ്ഞ കാര്യം, ആ തമിഴ്നാട് ഭാഗത്തേക്ക് വെള്ളം ഒഴുക്കുന്ന ഡ്രെയിനിൻ്റെ സൈഡ് രണ്ടും നിർമ്മിക്കുന്നതിനായിട്ട് ഒരു കോൺട്രാക്റ്റ് തമിഴ്നാട്ടിലൊരു കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 10-200 കോടി രൂപയുടെ കോൺട്രാക്റ്റ് വർക്ക് അവർ എടുത്തതാണ്. അപ്പോൾ ഈ വെള്ളം ഈ വെള്ളം നമ്മൾ അവിടേക്ക് ഒഴുക്കി വിട്ടാൽ അവരുടെ നിർമ്മാണ പ്രവർത്തനം എല്ലാം പോകും. അവർ വീണ്ടും ഒന്നേന്ന് ഇത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ കമ്പനി സ്വാധീനിച്ചുകൊണ്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴുക്കാതെ ഈ അധിക ജലമെല്ലാം നമ്മൾ തിരിച്ച് പെരിങ്കൽകുത്തിലേക്ക് ഒഴുക്കി വിട്ടു എന്നാണ്. ചാലക്കുടി മുങ്ങിപ്പോയത് അങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ നിങ്ങൾ ഇപ്പോൾ കുസുമൻ ജോസഫ് നമുക്കെല്ലാം അറിയാവുന്നു. അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങൾ മുഴുവൻ ഇതുപോലെ ബേസ്മെൻറ്റിലോ ഒരു ലൈബ്രറിയാണ് ഉണ്ടായിരുന്നത്. ആ പുഴ കവിഞ്ഞ് വന്നിട്ട് പുസ്തകങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച്, പുസ്തകങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് അവരുടെ വേദന, വേറെ അങ്ങനെ എന്തുമാത്രം വേദന. ഇതിൻ്റെ സംഭവം ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയത്ത് അന്ന് എൻ്റെ നാടോടെ പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം 14-ാം തീയതി വൈകിട്ട് ഞാൻ ഇവിടുന്ന് വാഹനത്തിൽ സകുടുംബം അവിടെ സഞ്ചരിച്ച് അവിടെ ചെന്നാണ്, രാത്രിയിലാണ് ചെല്ലുന്നത്. അന്ന് രാത്രി മഴ പെയ്യുന്നുണ്ട്, മഴയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. 15-ാം തീയതി ആയപ്പോഴത്തേക്ക് ഇത് മുങ്ങി, പൂർണ്ണമായിട്ട് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഇത് മുഴുവൻ മുങ്ങി പ്രളയമുണ്ടായി. അപ്പോൾ അവിടെ
പലരും ഈ സ്കൂളുകളിലേക്ക് റെസ്ക്യൂ ക്യാമ്പിലേക്കെല്ലാം വരുമ്പോൾ നമ്മളവിടെ പോയി കാണുമ്പം അവർ സംസാരിക്കുന്നത്, ഒരാൾ പറഞ്ഞ കാര്യം, അവർ വരുമ്പോൾ മുറ്റത്ത് വെള്ളം കണ്ടുകൊണ്ട് അദ്ദേഹം ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടി അകത്തെ മുറിയിലോട്ട് പോയി. മക്കളൊക്കെ പുറത്താണ്. ഭാര്യയുമായി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ വെള്ളം സ്വീകരണ മുറിയിലേക്ക് കയറി. അപ്പോൾ പെട്ടെന്ന് അവർ ഗ്യാസ് കുറ്റിയോ അങ്ങനെ എന്തോ എടുത്ത് അവർ മേളിലത്തെ നിലയിലേക്ക് പോയി. അപ്പം മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ചപ്പാത്തി പലക എടുത്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അതിൻ്റെ മാവോ അതുകൊണ്ടൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അതും എടുക്കാൻ വേണ്ടി അദ്ദേഹം മാത്രം താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങാൻ പറ്റുന്നില്ല. അവിടെ അതിൻ്റെ 3-4 സ്റ്റെപ്പ് വരെ വെള്ളം കയറി. അപ്പോൾ തിരിച്ചു പോയിട്ട് ഇവർ അവിടെ ഇങ്ങനെ 3 ദിവസം അവിടെ പരത്തി ചുട്ട് കഴിക്കുകയായിരുന്നു ചപ്പാത്തി എൻ്റെ മേളിൽ. അപ്പം ഞാൻ പറയാൻ വന്നത്, വെള്ളം വന്ന് കയറിയത് ചിറ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം തുറന്നു വിടുന്ന അതേ പ്രതീതിയിലാണ്. 2 വളരെ വലിയ ഈ സ്ലഡ്ജുമായിട്ട് ചേറുമായിട്ടാണ് വന്ന് കയറിയത്. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നവരോ അല്ലാത്തവരോ ആയിട്ടുള്ള ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഇത് കെട്ടി നിർത്തിയ ചിറ പൊട്ടുമ്പം ബണ്ട് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രതീതിയിലുണ്ടായ ഒരു പ്രളയമാണെന്നുള്ള കാര്യം അതിനി ആരും പുതുതായി പറയേണ്ട കാര്യമില്ല. അതിതീവ്ര മഴയായിരുന്നുകൊണ്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറയുകയാണ് ഇത് ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് അവരങ്ങനെ ചെയ്യില്ലല്ലോ എന്നുള്ളൊരു സംശയത്തിൻ്റെ ആനുകൂല്യമൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ മുതൽ പറഞ്ഞത്, ഈ ഡാമുകൾക്കെല്ലാം റൂൾ കർവ് എന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കാലവർഷത്തിന് മുമ്പ് ഡാമുകളിലെ വെള്ളം താഴ്ത്തി വെക്കുകയും ഒരു ഫ്ലഡ് കുഷനായിട്ട് ഇത് ആക്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മുൻ വർഷങ്ങളിലെല്ലാം ഇവിടെ ഡ്രൗട്ട് ഉണ്ടായിരുന്നു, മതിയായ മഴ നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ കിട്ടുന്ന വെള്ളം മുഴുവൻ ഡാമിൽ ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ് KCB ചെയ്യുന്നത്. നമുക്ക് ഈ 44 നദികളിലായിട്ട് 82 ഡാമുകളുണ്ട്. അപ്പോൾ ഈ നദി എന്ന് പറഞ്ഞാൽ നദിക്ക് ഒഴുകാനുള്ളൊരു അവകാശമുണ്ട്. നദിയുടെ കരകളിൽ താമസിക്കുന്നവർക്ക് വെള്ളം കുടിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ വേനൽക്കാലത്ത് എല്ലാ വെള്ളവും സംഭരിച്ചു വെക്കുകയും മഴക്കാലത്ത് അവൻ്റെ തലയ്ക്ക് മുകളിലേക്ക് വെള്ളം തുറന്നു വിടുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഈ ഡാം മാറിയിരിക്കുക. നേരെ തിരിച്ചാണിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ഒരു തരത്തിലും വെള്ളം തുറന്നു വിടില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് തുളുമ്പെ കഴിയുന്നത്രയും വെള്ളം വെച്ചുകൊണ്ടിരിക്കും. ഈ മഴക്കാലത്തും അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ മുൻ വർഷങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതൊരു വലിയ കളവാണ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവരുടെ IIT റൂർക്കിയുടെ ഒക്കെ ഒരു പഠനമുണ്ട്. അതായത് IIT റൂർക്കി, IIT ഡൽഹി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്, ഇവർ 3 പേരും കൂടെ നടത്തിയ പഠനത്തിൽ പറയുന്നത്, ദി IMD has forecasted very heavy rainfall in Kerala during the 2nd and 3rd week of August. But due to lack of emergency operational plans for most of the catchments and reservoirs, preventive action could not be taken. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് IMD അറിയിച്ചതാണ്. പക്ഷെ നമ്മളുടെ കയ്യിൽ അങ്ങനെ അറിയിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ ഇല്ല. അതുകൊണ്ട് ഈ റിസർവോയർക്ക് ഒരു ആക്ഷൻ പ്ലാനും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച ഒരു മഴ ലഭിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഈ 14, 15 ആ തീയതിക്ക് മുമ്പ് ഇവിടെ ഒരു ലൽ പീരീഡ് ഉണ്ടായി. അപ്പോഴും ക്രമേണ ഈ വെള്ളം തുറന്നു വിട്ടാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും തുറന്നു വിട്ടില്ല. അപ്പോൾ വാണിംഗ് ഉണ്ട്, അതിലും വലിയ മഴ പെയ്യാൻ പോകുന്നു. നമ്മളോട് പറയുന്ന വാണിംഗ് ഇല്ല എന്നാണ്. ഇത് കളവാണ്. ഇത് ഞാനീ പറഞ്ഞത് നമുക്കിപ്പോഴും സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ളതാണ്. IIT ഡൽഹിയുടെ റൂർക്കിയുടെ എല്ലാം ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, സെൻട്രൽ വാട്ടർ കമ്മീഷനെ കൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇവരോടൊപ്പം കൂട്ടുപ്രതികളാണ്. കാരണം എന്താണെന്നറിയോ, IMD ആണ് മഴയുടെ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്, പ്രളയം ഫോർകാസ്റ്റ് ചെയ്യേണ്ടത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ജോലിയാണ്. കാര്യം പ്രളയം എന്ന് പറയുന്നത് മഴയുടെ അളവിനെ മാത്രം ആശ്രയിച്ചല്ലിരിക്കുന്നത്. ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അളവ്, നിലവിലുള്ള വെള്ളത്തിൻ്റെ അളവ്, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ മഴ ഈ ഫ്ലഡ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടുന്ന മാപിനികൾ ഈ പല സ്ഥലത്ത് സ്ഥാപിച്ചിട്ടാണ് ഇവരത് ഫോർകാസ്റ്റ് ചെയ്യുക. പക്ഷേ CWC ഇത് കേരളത്തിൽ ചെയ്തിരുന്നില്ല. 1-2 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് അവരുടെ പോരായ്മയായിട്ട് 500-ലധികം മരണം ഉണ്ടായി എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് ഇവരുടെ പോരായ്മയായിട്ട് വരും, ഇവരുടെ തലയിലാകും എന്ന് കണ്ടപ്പോൾ കൂട്ടുപ്രതികളായിട്ടുള്ള CWC KSEBയെയും KSEB CWCയെയും രക്ഷിക്കുന്ന പരസ്പര സഹായ സംഘമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ട് മഴയായി നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും, മഴയായി പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കള്ളക്കഥയാണ്.
അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട്, CNDG-യുടെ റിപ്പോർട്ടുണ്ട്. CNDG-യുടെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ IISc ബാംഗ്ലൂരിനെ കൊണ്ട് ശാസ്ത്രീയമായി പഠനം നടത്തിയ റിപ്പോർട്ടാണ്. IIT ഡൽഹി, റൂർക്കി, IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് അവർ ഒന്നിച്ച് നടത്തിയ റിപ്പോർട്ടുണ്ട്. പിന്നെ രാജീവ് ഗാന്ധി സെൻറ്ററിൻ്റെ നേരത്തെ SDMA അപ്രൂവ് ചെയ്ത റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളിലെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മനുഷ്യനിർമ്മിതമാണെന്നും ഇത്രയധികം കൊലപാതകങ്ങൾ ഇവിടെ നിന്നതിൻ്റെ ഉത്തരവാദി ഈ സർക്കാരാണെന്നുമാണ്. അപ്പോൾ അത് ഇപ്പോൾ പണത്തിന് വേണ്ടി ചെയ്തതാണ് എന്നൊരു കാര്യമാണ് ഇവിടെ പുതുതായി ആരോപിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇതില്ലാത്ത ഇപ്പോൾ മാത്യു ടി തോമസ് ആണ് പ്രതി, മാത്യു ടി തോമസ് മാത്രമാണ് പ്രതി എന്നുള്ള രീതിയിലാണ് കൃഷ്ണൻകുട്ടി സാർ പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ പാർട്ടിക്കകത്തെ പ്രശ്നമൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ മാത്യു ടി പ്രതി ആയതുകൊണ്ട് വേറെ ആരെക്കുറിച്ചും പറയാതിരുന്നായിരിക്കും. പക്ഷേ ഇവിടെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ മണിയാർ കാർബോറണ്ടത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണല്ലോ കൃഷ്ണൻകുട്ടി സാർ പറയുന്നത്. പക്ഷേ ഈ കാർബോറണ്ടത്തിൻ്റെ പ്രോജക്റ്റ് 30 വർഷമായപ്പോൾ എക്സ്പയറായി. അത് 2024 തീർന്നു. എന്തായി സർക്കാർ ചെയ്തേ? അവർക്ക് വെറുതെ നീട്ടിക്കൊടുത്തു. KSEBയുടെ പ്രോപ്പർട്ടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണം അടിവിറ വെച്ചു എന്ന് പറയുന്ന ഇവരാണ് ഇത് നീട്ടിക്കൊടുത്തത്. ഇതിനെതിരെ വലിയ ആക്ഷേപം ഇവിടെ KSEBയിലെല്ലാം ഉണ്ടായതാണ്. ഇവർ ആ KSEBയുടെ അസറ്റായിട്ടിരിക്കേണ്ട ഈ പ്ലാന്റ് ഇപ്പം കാർബോറണ്ടത്തിന് മാറ്റി കൊടുത്തു. ഉടനെ അവർ റിപ്പോർട്ട് എഴുതുകയാണ്, ഇത്ര തൊഴിൽ വരും, മറ്റേ വരും, ചുമ്മാ ഏണ്ടൊക്കെ എഴുതി വെക്കുകയാണ്. എഴുതി വെച്ചിട്ട് ഇവരെല്ലാം കൂടി മാറ്റി കൊടുത്തു. അപ്പോൾ ആരാ വിദ്യുച്ഛക്തി മന്ത്രി? കൃഷ്ണൻകുട്ടി സാറാണ്. അദ്ദേഹത്തിന് ഈ അവസാനത്തെ ക്യാബിനറ്റിലാണ് തീരുമാനമെടുത്തത്. അദ്ദേഹം എതിർത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എതിർത്താലും എതിർത്തില്ലെങ്കിലും അത് നടപ്പിലാക്കിയെടുത്തു. അപ്പോൾ അതിന് മുമ്പുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാർബോറണ്ടത്തെ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഒരുപക്ഷേ മാത്യു ടി മന്ത്രിയായിരുന്നപ്പോഴും അതുപോലത്തെ സമ്മർദ്ദം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും. പക്ഷേ അത് അവർ പറയേണ്ടതാണ്. ഇവരെ ചുമതല ഏൽപ്പിച്ചത് നമ്മുടെ സർക്കാരാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒട്ടും മറക്കാവുന്നതല്ല. ഇതേപോലെ സമാനമായ സ്ഥിതിയാണ് പൂതത്താൻകെട്ടിൽ അവിടെ പെരിയാറിലുണ്ടായത്. ചാലക്കുഴി പുഴയിലെ കാര്യം ഇപ്പോൾ ഇവിടെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന നോവലിലുള്ള ഒരു വാചകമുണ്ട്. ഡോൺ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മിസ്ഫോർച്യൂണിൽ നിന്ന് അവരെ വിടുവിക്കും എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ ഈ മനുഷ്യരെ മുഴുവൻ കുരുതി കൊടുത്ത് മനുഷ്യരുടെ മുഴുവൻ ജീവിതം ഇത്രയും ദുരിതമാക്കി കഴിഞ്ഞ അതിന് ശേഷം ഈ സർക്കാർ പ്രളയം വന്നു, ഓക്കി വന്നു, നിപ്പ വന്നു, എല്ലാത്തിനെയും സംരക്ഷിക്കാൻ ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുടെ പടം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത് നമ്മുടെ അജ്ഞതയെ മുതലെടുക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞു ഈ റൂൾ കർവ് സംവിധാനം എപ്പോഴാണ് പാലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 10-20 വർഷമായി വെറും ജലരേഖയായത് നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് റൂൾ കർവ് എന്ന് പറഞ്ഞാൽ ഇവരൊരു വലിയ കളവ് പറഞ്ഞു. അതായത് റൂൾ കർവ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ റൂൾ കർവ് ഉണ്ട്, അത് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ കൺസേൺഡ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഈ നരഹത്യക്ക് പ്രതിയാവും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് CNDG റിപ്പോർട്ടുണ്ട്. CNDG അവിടെ ചെല്ലുന്ന സമയത്ത് അവർ 1983 മുതൽ നിലവിലുള്ള റൂൾ കർവുകൾ KSEBയിൽ നിന്ന് പിടിച്ചെടുത്തു. ഇവരത് കടലാസൊക്കെ കീറി കളഞ്ഞിട്ട് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിരുന്നു. പക്ഷേ CNDG അവിടെ പരിശോധന നടത്തി പഴയ റെക്കോർഡുകൾ എടുത്തപ്പം അപ്പോൾ അത് എന്തുകൊണ്ട് പാലിച്ചില്ല എന്ന് ഡാം ഓണറായിട്ടുള്ള KSEBയോട് ചോദിച്ചാൽ ഇവർ 500 പേരുടെ കൊലക്കേസിന് പ്രതിയാവും. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാതെ നമ്മൾ പോകുന്നത്. അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് ഡാമിലെ വെള്ളം താഴ്ത്തി വെക്കണമെന്ന് നിബന്ധന ഉണ്ടായിരിക്കെ, നിയമം ഉണ്ടായിരിക്കെ അത് ചെയ്യാതെ ഡാം തുളുമ്പെ കൊണ്ടുവെക്കുകയും ആ പ്രളയം വന്നപ്പോൾ ആ കുഷൻ ഇല്ലാത്തത് കൊണ്ട് അത് കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി വരുന്നു. അതുകൊണ്ട് ഇത് തുറന്നു വിടേണ്ടി വരുന്നു. അതുമൂലം ജനങ്ങൾ മരണപ്പെടുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അതിന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഴ പെയ്തുകൊണ്ട് മാത്രമാണ് മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഘടകങ്ങളിൽ ഇവരുടെ അനാസ്ഥ വലിയ ഘടകമാണ് എന്നുള്ളതും അവരുടെ ഈ കൃത്യവിലോപം വലിയ ഘടകമാണെന്നുള്ളതിലും ഇനി ഒരു സംശയം വേണ്ട, അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് പണത്തിന് വേണ്ടി, അഴിമതിക്ക് വേണ്ടി ചെയ്തതാണ് എന്നൊരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ CAG KSEBയിൽ ഓഡിറ്റിന് ചെല്ലുന്ന സമയത്ത് വരെ KSEB ഇപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് റൂൾ കർവ് എന്നൊന്ന് നിലവിലില്ല എന്നും ഇനിയും മുതൽ ഒരു റൂൾ കർവ് ഉണ്ടാക്കി നമ്മൾ പാലിക്കും എന്നുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
എന്നിട്ട് നമ്മളോട് പറയുന്നത് നമ്മുടെ ഡാമുകളൊന്നും ഫ്ലഡ് കുഷനെ ഉദ്ദേശിച്ചിട്ടുള്ള ഡാമുകളല്ലായിരുന്നു, ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഫ്ലഡ് കുഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് തടയാൻ പറ്റാതിരുന്നതെന്നാണ്. ജനങ്ങൾ വിചാരിക്കും ഈ ഡാമിൽ എന്തോ ഫ്ലഡ് കുഷന് വേണ്ടി ഏതാണ്ട് അഡീഷണൽ ഏതാണ്ട് പണിയണമെന്ന്. ചുമ്മാ അതാണ്. റൂൾ കർവ് പാലിക്കുക എന്നുള്ളതേ ഉള്ളൂ, ജലം താഴ്ത്തി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് CNTG പറയുന്നത് മാത്രം ഞാനൊരു ലൈനൊന്ന് വായിക്കാം. ഡ്യൂറിങ് ഫീൽഡ് വിസിറ്റ് the AESC team accompanied by the audit personnel were informed by KSEB that no rule curve was followed for reservoir operations during the flood period. However, the audit noticed that KSEB had in its possession the rule curve framed in 1983. അത് അപ്പൻഡിക്സ് 3.2-ൽ ആ റൂൾ കർവ് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഓഡിറ്റ് കണ്ടെത്തിയ 1983 മുതൽ നിലവിലുള്ള റൂൾ കർവ് അത് CNTG പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ എങ്ങും പാലിച്ചിട്ടില്ല. അത് പാലിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രളയത്തിൻ്റെ കെടുതി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ഉത്തരവാദിത്വം പറയാൻ ഈ KSEBക്കും അവരുടെ തലപ്പത്തിരിക്കുന്ന ഈ മന്ത്രിമാർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് അഴിമതിക്ക് വേണ്ടിയാണെന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ ഗൗരവതരമായ അന്വേഷണവും ആവശ്യമുണ്ട്.